അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന കാര്യം ശത്രുക്കളുടെ എതിർപ്പുകളും പരിഹാസങ്ങളും അവഗണിച്ചുകൊണ്ട് തൻ്റെ ദൗത്യവുമായി സധൈര്യം മുന്നോട്ട് പോവുക എന്നതാണ്. ഇന്ന് പഠിക്കുന്ന 94, 95, 96 ആയത്തുകളിലും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. താങ്കളുടെ പ്രബോധനം തുടരുക. ഈ ബഹുദൈവ വിശ്വാസികളുടെ ജൽപ്പനങ്ങളെയും പരിഹാസങ്ങളെയും താങ്കൾ അവഗണിക്കുക. അവരുടെ ഉപദ്രവങ്ങളൊന്നും താങ്കൾക്ക് ദോഷം ചെയ്യുകയില്ല. അവരുടെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം അധികം വൈകാതെ തന്നെ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇക്കാര്യമാണ് ഈ 3 ആയത്തുകളിലും പറയുന്നത്. ഫസ്ദ ബിമാ തുഅ്മർ, താങ്കളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്താണോ അത് പരസ്യമായി പ്രഖ്യാപിക്കുക. വഅരിൽ അനിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളെ താങ്കൾ അവഗണിക്കുകയും ചെയ്യുക. ഫസ്ദ എന്ന് പറഞ്ഞാൽ താങ്കൾ പരസ്യമായി കൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുക എന്നാണ് ഇവിടെ അർത്ഥം. സദഅ എന്ന് പറഞ്ഞാൽ പിളർന്നു വരിക, പൊട്ടിപ്പിളരുക എന്നൊക്കെയാണ് വാക്കർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് താങ്കൾ പരസ്യ പ്രബോധനം തുടങ്ങുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായ ശേഷം ആദ്യത്തെ 4-5 വർഷം ശത്രുക്കളുടെ എതിർപ്പ് ഭയന്നുകൊണ്ട് രഹസ്യമായിട്ടാണ് പ്രബോധനം നടത്തിയിരുന്നത്. അക്കാലത്ത് ബഹുദൈവ വിശ്വാസികൾ കാണാതിരിക്കാൻ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു അവർ ഒരുമിച്ച് കൂടിയിരുന്നതും നമസ്കരിച്ചിരുന്നതും. രഹസ്യപ്രബോധനത്തിൻ്റെ അവസാനത്തെ 3 വർഷത്തോളം സഫ കുന്നിനടുത്തുള്ള ദാറുൽ അർക്കം കേന്ദ്രീകരിച്ചായിരുന്നു മുസ്ലിങ്ങൾ രഹസ്യമായി പ്രവർത്തിച്ചിരുന്നത്. ഫസ്ദ ബിമാ തുഅ്മർ എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടി രഹസ്യപ്രബോധനം പരസ്യപ്രബോധനത്തിലേക്ക് വഴിമാറി. ശത്രുക്കളുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും ഇസ്ലാമിനെ ജനങ്ങൾക്കിടയിൽ പരസ്യമായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. അപ്പോൾ ശത്രുക്കളുടെ പരിഹാസത്തിൻ്റെ മൂർച്ച കൂടി. ആ സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ, പരിഹാസക്കാരുടെ കാര്യത്തിൽ താങ്കൾക്ക് നാം മതി. അതിനർത്ഥം താങ്കളെ പരിഹസിക്കുന്നവരുടെ കാര്യം നാം നോക്കിക്കൊള്ളാം എന്നാണ്. ഇന്നാ കഫൈനാക്ക, താങ്കൾക്ക് നാം മതി, താങ്കൾക്ക് വേണ്ടി നാം നേരിട്ടുകൊള്ളും. അൽ മുസ്തഹ്സിഈൻ, പരിഹാസക്കാരെ. പരിഹസിക്കുന്നവരുടെ പരിഹാസത്തിൽ മനസ്താപവുമായി നടന്ന് വേദനിക്കരുത് താങ്കൾ. അവർ താങ്കളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും നാം അവരെ തടയും. അതുകൊണ്ട് പരസ്യമായി തന്നെ താങ്കളുടെ പ്രബോധനം തുടരുക. ആരാണ് ഈ പരിഹസിക്കുന്നവർ? അല്ലദീന യജ്അലൂന മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ ദൈവമാക്കുന്നവരാണ് അവർ. അല്ലദീന യജ്അലൂന, അവർ ആക്കുന്നു, മഅല്ലാഹി, അള്ളാഹുവിനോടൊപ്പം, ഇലാഹൻ ആഖർ, മറ്റു ദൈവങ്ങളെ എന്ന് പറഞ്ഞാൽ അവർ ബഹുദൈവ വിശ്വാസികളായ മക്കയിലെ മുശ്രിക്കുകളാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചിരുന്നവർ. ഫസൗഫ യഅലമൂൻ, അടുത്തു തന്നെ അവർ അത് അറിയുന്നുണ്ട്. അവർക്ക് അള്ളാഹു നല്ല ശിക്ഷ നൽകുക തന്നെ ചെയ്യും. അപ്പോൾ അവർക്ക് തങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാവുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളെയും പരിഹസിച്ചിരുന്നവരിൽ മുമ്പിലുണ്ടായിരുന്ന ഖുറൈശികളിൽപ്പെട്ട പ്രമുഖരായ 5 പേർ പലതരം വിപത്തുകളിൽപ്പെട്ട് ദുർമരണങ്ങൾക്ക് വിധേയരാവുകയുണ്ടായി. അവർ അടുത്ത് തന്നെ അറിയുന്നുണ്ട്. ഫസൗഫ യഅലമൂൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചില വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൽ 3 ആയത്തുകൾ കൂടിയാണ് ബാക്കിയുള്ളത്. അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.